ഈ മെഡിക്കൽ ചെക്കപ്സിൽ വല്ലാതെ വിശ്വാസം പുലർത്താൻ പാടില്ല. സൗജന്യ രക്തനിർണയ ക്യാമ്പ്, സൗജന്യ ഹൃദയരോഗ നിർണയ ക്യാമ്പ്, ഇങ്ങനെ ഒരുപാട് ക്യാമ്പുകൾ സൗജന്യമായി കൊടുക്കുന്നുണ്ട്. ഈ സൗജന്യത്തിന്റെ പിന്നിലെല്ലാം ഒരു ട്രാപ്പ് ഉണ്ടായിരിക്കും, ഒരു വലവീശൽ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനും പുറമെ ഈ റഫറൻസ് റേഞ്ച്, നോർമൽ റേഞ്ച് എന്ന് പറയുന്നതൊക്കെ മരുന്ന് കമ്പനികളുടെ താല്പര്യത്തിനനുസരിച്ച് അവർ എഴുതി വെച്ചതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനെ വിശ്വസിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കരുത്. രോഗമുണ്ടോ എന്നറിയാൻ ശരീരം എന്ത് പറയുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി എന്നാണ് നമ്മുടെ പക്ഷം. ശരീരത്തിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ വെറുതെ ചെക്കപ്പ് ചെയ്ത് ടെൻഷൻ അടിക്കരുത്. ഇന്നത്തെ അസുഖം നാളേക്ക് സുഖപ്പെടും. ശരീരമാണ് സുഖപ്പെടുത്തുന്നത്, തനിയെ സുഖപ്പെടുത്തിക്കൊള്ളും ശരീരം. സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വിശ്വസ്തനായ ഒരു ഡോക്ടറെ കണ്ട് അയാൾ പറയുന്നത് പ്രകാരം ഒരു മെഡിക്കൽ ചെക്കപ്സ് നടത്തുന്നതിന് നമ്മൾ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്തെ അത് ചെയ്യാൻ പാടുള്ളൂ. അല്ല എങ്കിൽ ആഴ്ചയിലും മാസത്തിലും ഇടയ്ക്കിടയ്ക്കും നിങ്ങൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കെന്നും ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. हाँ, बिल्कुल सही है। मुझे ये जानकारी बहुत महत्वपूर्ण लगी।